സാധാരണ ഞാൻ നന്നാക്കും ഓൻ 10 മിനിറ്റ് കൊണ്ട് കേടെടുത്തും. അതാണ്ടായത്. അപ്പം ഇത് ഒന്ന് നന്നാക്കട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞാ. 10 മിനിറ്റ് കൊണ്ട് ഒന്ന് നന്നാക്കുന്ന്. ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഓൻ നന്നാക്കണ. ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കാര്യം നന്നാക്കണ. ഇതുവരെ കേടെടുത്തില്ലേനു. എന്നോട് ഇങ്ങനെ ഒരു കണ്ടന്റ് ജസ്റ്റ് പറഞ്ഞു ചോദിച്ച്. അപ്പോൾ ഉമ്മ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ റൂം ക്ലീൻ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും വെറുതെ ഒക്കെ അല്ലേ, നിങ്ങൾക്ക് ചടപ്പുണ്ടോ? കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് ടൈം കളയുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ വീട്ടിൽ സേഫായിരിക്കുക. ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ റൂം ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എൻ്റെ റൂം ഇങ്ങനെ ഒന്നെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെന്ന ആ വീഡിയോ കണ്ടുവരൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൂം ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ റൂം കണ്ടാലും നെട്ടരുത്, ജസ്റ്റ് റൂം കാണിച്ചു തരാം. ആകെ ഇരപ്പായി കിടക്കുകയാണ്. ബെഡൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. സാധാരണ എല്ലാവരും കുറേയൊക്കെ ക്ലീൻ ആക്കേണ്ടി, നമ്മൾ കുറച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്ലീൻ ആക്കുക നിങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല. ആകെ ഇവിടെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ഇവിടെയൊക്കെ ഒരുമാതിരി ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോ കാണാം. ഇത് സാധാരണ ഞാൻ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ അവിടെയാണ് വെക്കാറ്. അവിടെ വെച്ചാൽ ആരെങ്കിലൊക്കെ തട്ടിയിട്ടാണ്ട് ആരെങ്കിലും തലയ്ക്കായിട്ട് പോകും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് അവിടെ തന്നെ വെക്കാൻ ഒരു പൊളിച്ച്. അപ്പോൾ ഫോൺ നൈസായിട്ടൊന്ന് വീണു. ഇതിവിടെ എത്ര വെച്ചാലും ഇത് മര്യാദയ്ക്ക് വെക്കൂല. ഇതിൻ്റെ ഉള്ളിലോട്ട് ലോക്കാക്കാം. ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറേ പണിയുണ്ട്. ഇതിൽ ഫുള്ള് എരപ്പായ സാധനങ്ങളും ഇതിലേക്ക് വെക്കാം, അത് നടക്കുള്ളൂ. പിന്നെന്താക്കി വെക്കാൻ? അപ്പോൾ കളറ് അനിയത്തിൻ്റെ കളറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കളറൊക്കെ ഒന്ന് ഇങ്ങനെ കോർത്ത്, അതേപോലെ ഒരു മാർക്കുള്ളൂ. ഇതിന് മൂടിയില്ലേ? അപ്പോൾ നമ്മൾ കളറ് ജസ്റ്റ് ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇപ്പം എന്താ പറ്റുക? ഇവിടെ കുറേ കവറുണ്ട്. കവറൊക്കെ നമുക്ക് ബാക്കിയുള്ള കവറൊക്കെ ഈ കവർക്ക്. അപ്പോൾ ഈ കവർക്ക് ഞാൻ വേറെ കവറുകളൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ഈ കവർ വേസ്റ്റ് ഇടാൻ ആദ്യം ഒരു കവർ വേണം. ഇതിൽ നിന്നൊരു കവർ എടുക്കാം. ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ഒരു പൈപ്പ് മേൽ ഫിറ്റ് ചെയ്താണ്ടാണ് ക്യാമറ ഉള്ളത്. വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പരീക്ഷൻ്റെ അങ്ങനെ ആവും. ഇവിടെ കുറേയൊക്കെ ക്ലീനായി. ക്ലീനാകാത്തൊക്കെ മൂലക്കൊക്കെ ഇങ്ങനെ തട്ടില്ല. ഇതതിൻ്റെ അല്ലേ കറക്റ്റൻ്റെ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ ഒരു എന്താ ഇതിന് പറയാം, മഞ്ച ടേബിളോ അതിൽ ഒരു സാധനം ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറേയൊക്കെ റെഡി ആവണമെങ്കിൽ ഇത് ആദ്യം മാറ്റി വെക്കണം. അപ്പോൾ കയറ്, സ്കെയില് എല്ലാം ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. ഇതാണ് ഭാഗത്ത്.
ഇതിൽ മേശയിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മേശ നന്നാക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. അങ്ങനെ വൃത്തിയിൽ കൊണ്ടെടുക്കാൻ എന്തോ ഒരട്ടം വൃത്തിയാക്കിയാൽ പിന്നെ കേടുവരും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ, കുറേ കാലം എന്നല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരട്ടം നന്നാക്കും. അപ്പോൾ ഇവിടെ കുറേയൊക്കെ ഒരു മാറ്റമല്ലേ പഴയതിനാട്ടിലും. ഇനി ഇപ്പോൾ ഇവിടുത്തൊക്കെ ഏകദേശം കട്ടാക്കിയാണ്. ഇനി ഇവിടുത്തെ ഒന്ന് ലാസ്റ്റ് നന്നാക്കല്ലേ. ഇതെത്തട്ടെ, ഇത്ര കൊള്ളു നന്നാക്കാൻ. ഉള്ള എല്ലാ സാധനവും ഇതിട്ട് ഇനി ഇതെന്തെങ്കിലും കാട്ടണം. താൽക്കാലികമായി ഇതിൻ്റെ അടിക്കൊക്കെ എന്തൊരു ക്ലീൻ. ഇതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് ഈ ബെഡ് നന്നാക്കാം. അതിന് ഇവിടെ ബെഡിൽ ഒരു കേടുന്ന ചാർജറുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയൊരു ഹെഡ്സെറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ തൂക്കിയിട്ടാൽ മതിയില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു കുടുത്തം പിടിച്ചിട്ട് തൽക്കാലം ഇവിടെ വെക്കും. എല്ലാം ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ആദ്യം തന്നെ ഇതൊക്കെ അടിയിലേക്ക് ഇറക്കിയാൽ പിന്നെയും കേട്ടിടും. ഇതൊക്കെ ഒന്ന് അട്ടിയാക്കാം. വലുതിങ്ങനെ ചെറുതിങ്ങൊക്കെ ആക്കണം. അപ്പോഴും മര്യാദക്കാവും. ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പം ഇനി ചൂടാട്ടോ, ഇതൊക്കെ കഴിഞ്ഞതല്ലേ. ഇതൊക്കെ 3 ആക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതൊന്നും കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു പേപ്പർ. പിന്നെ അത് റെഡിയായി. ഇവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കണം. ഇനി നമുക്ക് ബുക്ക് ഓരോന്നായിട്ട് വേണ്ട കൊടുക്കാം. പൊങ്ങില്ല, പൊങ്ങുന്നില്ല ഗോയ്സ്. അങ്ങനെയൊക്കെ ഇങ്ങോട്ടേക്കണം കൺഫ്യൂസിങ്. യെസ്, അങ്ങനെ അതൊക്കെ ഒരു ഒറ്റയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അൽമറ ഒന്ന് റെഡിയാക്കാം. അൽമറ എന്താ കാര്യമായിട്ടൊന്നും റെഡിയാക്കാറില്ല. എന്താ മമ്മയുടെ ഇതൊക്കെ തൂത്തി വൃത്തിയാക്കാണ്ട് ആദ്യമൊക്കെ മാറാമ്പൊടി പൊടി പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ അത് റെഡിയാക്കി. ഇതൊക്കെ കീറി പൊളിഞ്ഞത്. അൽമറയൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങണല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഉസാറുണ്ടാവും. ഇതിപ്പോൾ കുട്ടികളതില്ലേ, ഇത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അൽമറ കാര്യമായിട്ടൊന്നും നന്നാക്കാനില്ല. ഇനി നമുക്ക് നന്നാക്കാറുള്ളത് ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കാനൊരു ആലോചന ഇല്ലാതില്ല. ആകെ ഒരു കരം തുടക്കത്തിലൊരു ഇതാക്കിയതാണ്. തുടക്കത്തിലൊരു വീഡിയോ ഉണ്ട്, ഫാത്തിമാൻ്റെ ആട് പറഞ്ഞിട്ട് അതിനൊക്കെ വെച്ചതാണ്. പിന്നെ അത് ആ ജനാല തുറന്നിട്ടില്ല, എന്തൊക്കെയാണ് അത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം വെച്ച കർട്ടൻ അതേ സ്ഥലത്ത് ഇതുണ്ടായിട്ട് ഇനി വേപ്പ് തോന്നി. മോനോടെ കുറേ കെട്ടും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ അതറിയാം. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഒരു കത്തി ആവശ്യമുണ്ട്. കത്തി അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ അയച്ചു നോക്കാം. എപ്പോഴും ബുക്കറിയില്ല കേട്ടോ. ഒന്ന് എന്ത് കെട്ടോ ഇവിടെ. നെക്സ്റ്റ് ഇവിടെ വന്നത് ഇതും കൂടി അറുത്താൽ വീണ് ഇതിപ്പോൾ വീഴും. അപ്പോൾ ഈ ജനൽ എന്തൊക്കെയുള്ളതെന്ന് ഇപ്പോൾ അറിയാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇവിടെ ഒരു മുട്ട് സൂചി ഉണ്ട്. തുരുമ്പ് പിടിച്ചു. ഈ മുട്ട് സൂചിൻ്റെ മുട്ട് മാത്രം കിട്ടി പൊളിച്ച്. ഇങ്ങനെ സൂചിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ ഒരു പിന്നും കൂടി കഴിച്ചാൽ ഈ ജനാല കാണാം. ഇവിടെ ഉള്ളതൊരു പിന്നാണ്, അത് ആകെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ, തുരുമ്പ് പിടിച്ച പിന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് തട്ടന. അപ്പോൾ ഇതായിരുന്നു ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജനാലുണ്ട്. ജനാല കുറേ ഓരോ ടർക്കിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് മൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഗ്രീൻ സ്ക്രീൻ നോക്കട്ടെ. 1 2 കിട്ടുന്നില്ല. ഇതെന്താ കട്ടിച്ച്? അടിയിൽ കെട്ടുണ്ട്, അവിടെ കെട്ടുണ്ട്. 3
ഇനിയൊരു കർട്ടനാണ് ഇവിടെ പോകുന്നത്. ഇനിയൊരു കർട്ടൻ ഉണ്ട്. കർട്ടൻ വെക്കാം, ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതും കഴിച്ചേക്കാം. അപ്പോൾ ഒരു ഭാഗം കഴിച്ചിട്ടുണ്ട്. 5 4 5 അങ്ങനെ അതും കഴിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ജനാലൊക്കെ തുറന്നിടാം. ഗ്രീൻ സ്ക്രീൻ എന്താ ചെയ്യുക? ഒരു വെളിച്ചം കിട്ടുന്നില്ലേ? ആ ഒരു പച്ച അതിൻ്റെ കലാവിരുദ്ധം ഗ്രീൻ സ്ക്രീൻ മറച്ചു വെച്ചു. അപ്പോൾ ഇത് ഒരു ഇങ്ങനെ എടുത്ത് ചുരുട്ടി കുട്ടി കയ്യിൽ പിടിക്കുക. പെൻ എടുത്തിട്ട് നല്ല 2 കയ്യിലും സമയം ഇപ്പോൾ അടിക്കിടാം. അങ്ങനെ അത് അടിക്ക് പോയിട്ടുണ്ട്. അതുപോലെ ആ ഗ്രീൻ സ്ക്രീനും അതുപോലെ തന്നെ ഈ ബെഡും നന്നാക്കിയാൽ ഒരു നല്ല കോലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിങ്ങത്താട്ടെ ഇത് വേറെ എവിടേക്ക് മാറ്റിയേക്കണ്ടല്ലോ. ഇതും ഗ്രീൻ സ്ക്രീൻ നമ്മൾ ആ ഗ്രീൻ സ്ക്രീനെ എടുത്തു. ഗ്രീൻ സ്ക്രീൻ ഇതാ ഈ റൂമിൽ ഏതായാലും ഇങ്ങനെ ചാരി വെക്കാൻ കഴിയില്ല, നല്ല വലിപ്പം കാര്യങ്ങളുള്ളതുകൊണ്ട് കാലൊക്കെ കീറിട്ടോ അതിൻ്റെ ഇതുകൊണ്ട് നമുക്കിത് പുറത്തോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ചടക്കട്ടെ. അടുത്ത പരിപാടി എന്താ, ഈയിടെ അവിടെ വാക്സ് ഒക്കെ ഉണ്ട്. വാക്സ് ജെല്ലി ജനാല തുറന്നിടാം. ഇവിടെ കുറച്ച് ക്ലിയറിറ്റി. ഇത് അടുത്ത് ഓനെ ഇപ്പോൾ പൊളി ചക്ക. വീഡിയോ എന്താ കറങ്ങി തിരിഞ്ഞൊക്കെ കിട്ടാൻ കാരണം ഞാൻ ഈ ഒരു പൈപ്പുമേ അവിടെ ഇവിടെയൊക്കെ ഹോൾ ഇട്ടാണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ട്രൈപോഡ് പോലെ യൂസ് ചെയ്തിരുന്നു. അതാണ് എന്താ വീഡിയോ മര്യാദ കിട്ടാത്ത. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ കണ്ടില്ല. ഷേക്കും ഇതൊക്കെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ബെഡാണ്. ബെഡും കൂടി ക്ലീൻ ചെയ്താൽ ഏകദേശം ആദ്യം ഇതൊന്ന് മാറ്റണം. ബെഡും കൂടി ക്ലീൻ ചെയ്യാം. ഇതും കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? ഇനി നമുക്ക് ഈ ഒരു സ്പീക്കർ ഇവിടെ, ഇത് ഇവിടെ, ഇത് ഇവിടെ, ഇത് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ ഇനി അടുത്തത്. ഇതെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ച് ഒതുക്കിയൊക്കെയാണ്. ഇനി എന്താ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെടിക്ക് വെള്ളം വെച്ചില്ല. ഇനി ഓട്ടുണ്ട് കാര്യം. അയ്യോ അതിൻ്റെ ഓട്ടം വയ്ക്കും. വെള്ളം ഫുള്ള് കഴിഞ്ഞതാണ്. ജസ്റ്റ് പൊട്ടി പിടിച്ച് മണ്ടിക്കോളൂ. അയ്യോ ഇത് വിളിച്ചില്ലേ? കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇതാ വെള്ളം ഒലിക്കണേ. ഇതാണ് ആകെയുള്ള ഒരു പ്രശ്നം. ഇതിങ്ങനെ ഒലിക്കും. അയ്യോ വിളിച്ച് ഇനി അടുത്ത് നമുക്ക് പുറത്തോട്ട് വരാം. അപ്പോൾ എന്താ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടുണ്ടാവുമോ? ഇഷ്ടപ്പെട്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക. ഞാൻ പിന്നെ ഇങ്ങനെ ചടച്ച് ഇരുന്നപ്പം ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.